നിങ്ങൾ എല്ലാവരും സീസണിലെ ടാറ്റ IPL കാണുന്നവരായിരിക്കുമല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാച്ച് നമ്പർ 50 രാജസ്ഥാൻ റോയൽസ് vs MI പ്രീ മാച്ച് പ്രിവ്യൂ പറയാനാണ്. ഇപ്പോൾ സവായ് മാൻസിക് സ്റ്റേഡിയത്തിൽ ഞാൻ പറഞ്ഞ പോലെ ബാറ്റിംഗ് പാരഡൈസിൽ ബൗളിംഗ് തിരഞ്ഞെടുത്ത രാജസ്ഥാന് ഒരു വിധത്തിൽ പറഞ്ഞാൽ പാളി. അവർക്ക് നല്ലൊരു തുടക്കം കിട്ടിയില്ല. മുംബൈ നല്ല രീതിയിൽ തുടക്കം കൊണ്ട് 100 റൺ പാർട്ണർഷിപ്പ് ആടിയത് രോഹിത് റിങ്കിൾട്ടണും അതിനുശേഷം ഹാർഡിക്കും സൂര്യനാഥും നിന്ന് 217 റൺസാണ് അടിച്ചത്. ഇനി രാജസ്ഥാന് 218 അടിക്കാനാവില്ല. അവർ 9 വിക്കറ്റ് നഷ്ടത്തിൽ 111 15 ഓവറിൽ അവർക്ക് ഇനി ജയിക്കാനാവില്ല. പക്ഷേ സ്റ്റിൽ രാജസ്ഥാൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏകദേശം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഈ മത്സരത്തിൽ ഒന്നും പറയാനില്ല. രാജസ്ഥാൻ റോയൽസ് ഈസ് എലിമിനേറ്റഡ് എന്ന് പറയണം. ഇഞ്ചഡ് ഔട്ട് ആൻഡ് ഇറ്റ്സ് എ സെക്കൻഡ് ടീം ആണ് രാജസ്ഥാൻ റോയൽസ് ഹു ഈസ് എലിമിനേറ്റഡ് ആയിട്ട് നൗ. ഇനി 3 മത്സരങ്ങൾ ജയിച്ചാൽ പോസിറ്റീവായുള്ള ഒരു ഇതിൽ വരാം, അല്ലെങ്കിൽ അതും തോൽവികളാണെങ്കിൽ നെഗറ്റീവ് വൈസ് പോകേണ്ടി വരും. അത്ര നല്ലൊരു ഇതിലല്ല രാജസ്ഥാൻ റോയൽസ് നീങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സഞ്ജു സാംസണും ടീമിൽ കളിക്കാറിനകത്തതിൻ്റെ വിഷയങ്ങൾ ഉണ്ട്. അതുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് ഇനി പ്ലേ ഓഫിൽ കയറുകയില്ല. ഇനി ഒന്നുമില്ല. ചെന്നൈയും പോയി. ഇനി നാളത്തെ മത്സരത്തിലേക്കാണ് ഉച്ച വേണ്ടത്. അതുകൊണ്ട് ഇനിയൊന്നും നമുക്ക് എടുത്തു വരേണ്ട ആവശ്യമില്ല. മുംബൈ ഇന്ത്യൻസ് അവരുടെ ഓപ്പണേഴ്സ് കളിച്ച ഇന്നിങ്സും സൂര്യയും ഹാർഡിക്കും കളിച്ചതും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് മുംബൈ ഇട്ടിട്ടുണ്ട്. അതിനിടയിൽ രാജസ്ഥാൻ ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് ഇടാനായില്ല. 14 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി ഒരു ഇന്നിങ്സ് കളിച്ചെന്നോർത്ത് അവന് വീണ്ടും ആ രീതിയിലുള്ള അവിടെ നിന്ന് തുറക്കാൻ സാധിച്ചില്ല. അവനിന്ന് സ്കോർ ചെയ്യാൻ ആയില്ല. ദിവക് ചഹ അവൻ്റെ വിക്കറ്റ് നേടിയപ്പോൾ അവന് വിഷമമായിരുന്നു. പക്ഷേ ഇനി അവനുമായുള്ള ഒരു ഇതിൽ രാജസ്ഥാൻ റോയൽസ് നീങ്ങും. പക്ഷേ അടുത്ത മത്സരം ഏതൊരു രീതിയിലും രാജസ്ഥാൻ വിജയിക്കണം. പോസിറ്റീവായി തിരിച്ച് നീങ്ങാനാണ് അവർക്ക് ഇനി ആവുകയുള്ളൂ. സോ ഇനിയൊന്നുമില്ല. അവരുടെ കളികൾ അവസാനിച്ചു. പക്ഷേ മുംബൈ ഇന്ത്യൻസ് ഇന്നൊരു ഹ്യൂജ് മാർജിന് വിജയിച്ചാൽ അവരുടെ പ്ലേ ഓഫ്സ് ടോപ്പിൽ വന്ന് നിൽക്കും. അതിനുശേഷം വരുന്ന മത്സരത്തിൽ അവർക്ക് അടുത്ത വിജയം വേണ്ടിയുള്ളത്. പക്ഷേ ഇനി അധികമൊന്നുമില്ല. രാജസ്ഥാൻ റോയൽസ് ടീം തന്നെ പോയിട്ടുണ്ട് എന്ന് പറയണം. അറിയാൻ പറ്റാമെങ്കിൽ ക്യാപ്റ്റൻസിയോ രാഹുൽ ദ്രാവിഡ് വർമ്മല്ല. ഇതിനു മുമ്പ് സംഘക്കാരായ കോച്ച് തന്നെ മതിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാം, രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസ് ടീമിൽ കയറി ടീമിനെ ഒരു രീതിയിൽ താഴത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ചെന്നൈയുടെ അവസ്ഥ ദയനീയമാണ്. പക്ഷേ ഇനി ഞാൻ ഒരുപാടൊന്നും വെച്ച് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് പ്ലേ ഓഫ് സാധ്യതയുള്ള ടീംസിനെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കേൾക്കാനുള്ളവർക്ക് കേൾക്കാം. ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയാം. അതിൽ നിങ്ങൾക്ക് കേൾക്കാൻ വന്നിരിക്കും. പ്ലേ ഓഫ് സാധ്യതയുള്ള ടീംസ് RCB, മുംബൈ, പഞ്ചാബ്, ഡൽഹി, ഗുജറാത്ത്. ഇപ്പോൾ ഒന്നാമത്തെ മത്സരത്തിൽ തോൽക്കുകയാണെങ്കിൽ അവർ പോകും. ആ സ്ഥാനത്ത് ഹൈദരാബാദിനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അതറിയില്ല. പക്ഷേ ഇനി കൊൽക്കട്ട കയറിയാൽ ഡൽഹി പോകും. കൊൽക്കട്ട പോവുകയാണെങ്കിൽ ഡൽഹിക്ക് ഗുണമായിരിക്കും. CSK ഇൻജറായിട്ടുണ്ട്. RCB ഇപ്പോഴും ടോപ്പിലാണ്. RCBയുടെ അടുത്ത മത്സരം അവർക്ക് ജയിക്കാനായാൽ അവർക്ക് ഗുണമായിരിക്കും. സോ ഇനിയൊന്നും ഞാൻ വെച്ച് നിൽക്കുന്നില്ല. ഇനിയുള്ള മത്സരത്തെ പറ്റി ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നത്തെ മത്സരം രാജസ്ഥാൻ തോറ്റു കഴിഞ്ഞു. ഇനി അവർ എലിമിനേറ്റഡ് ആണ്. ഒഫീഷ്യലി ദേ ആർ നോക്ക്ഡ് ഔട്ട് ഫ്രം ദിസ് സീസൺ. ഇനി നമുക്ക് പ്ലേ ഓഫ് സമയത്തിലേക്ക് നീങ്ങുകയാണ്. 4-ാം തീയതി മുതലാണത്. അതുകൊണ്ട് ഇനി ഞാനൊന്നും വെച്ച് പറയേണ്ട ആവശ്യമില്ല. അടുത്ത മത്സരത്തിലേക്ക് വരുന്നവരായിരിക്കും. എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു. ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.